അപ്പോൾ ഗായ്സ് നമ്മളിത് ക്രൈഫിഷിന് വെള്ളം ഒന്ന് മാറാമെന്ന് വിചാരിച്ചേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ പായലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെടികളും. അപ്പോൾ ഇതൊക്കെ കുറച്ച് തിന്നൂട്ടോ. അപ്പോൾ ഇത് മൊത്തം വൃത്തികേടായി കിടക്കും, ഈ പായലൊക്കെ വെട്ടി വെട്ടി. അപ്പോൾ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്രൈഫിഷിൻ്റെ ഫീമെയിലിൽ വെച്ച് മുട്ടയുണ്ട് കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വെള്ളം മാറ്റി കൊടുക്കണം. നമ്മുടെ ആട് നമ്മൾ മെയിനായിട്ട് ഇറക്കി വിട്ടേ. ഈ ഓസും കല്ലൊക്കെ വെച്ച് എന്തിനാന്ന് വെച്ചാൽ ഈ ക്രൈഫിഷ് എപ്പോഴും ഇതുപോലെ ഹൈഡായിട്ടിരിക്കണതാണ്. അതിനെ ഇറക്കി വിട്ട് നേരെ അത് ഓസിപ്പോൾ ഒളിച്ചിരിക്കും എപ്പോഴും. ഇതുപോലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പിടിക്കാൻ എളുപ്പമാണ്. കാരണം ഏതെങ്കിലും ഒരു ഓസിൻ്റെ ഉള്ളിൽ തന്നെ അത് കാണാം, നമുക്ക് പിടിക്കാൻ എളുപ്പം. മാത്രമല്ല ഈ ഫീമെയിലൊക്കെ അത്യാവശ്യം അറ്റാക്കിങ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഇതിനെയൊക്കെ എടുക്കുന്നത് സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മുറിവുണ്ടാകാൻ ചാൻസ് ഉണ്ട് കയ്യിലൊക്കെ. മാത്രമല്ല ഒന്നാമത് എഗ്ഗ് ഇട്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു അറ്റാക്കിങ് മൈൻഡ് എന്തായാലും അത് കാണിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ക്രൈഫിഷിൻ്റെ വെള്ളം മാറിയപ്പോൾ മുട്ട ഉണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ കുഞ്ഞുങ്ങളിറങ്ങി കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷം നമുക്ക് അടുത്ത ഷോർട്സ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.